ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വ്ളോഗിലേക്ക്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഊട്ടിയിലാണ്. അപ്പോൾ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ടോയ് ട്രെയിനിലാണ് ഞങ്ങളിന്ന് പോകുന്നത്. ഞങ്ങൾ കുറേ പ്ലാൻ ചെയ്തതാണ് ഈ ടോയ് ട്രെയിനിൽ പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒന്നും നടന്നില്ല. അവസാനം അപ്പോൾ ഇന്നത് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഉദകമണ്ഡലത്തിലാണ്. ഉദകമണ്ഡലം ടു കുന്നൂറാണ് ഞങ്ങൾ പോകുന്നത് അല്ലേ. ഞങ്ങൾ ട്രെയിൻ ടിക്കറ്റ് ഓൾറെഡി ബുക്ക് ചെയ്തു. 3 മാസം മുമ്പ് ബുക്ക് ചെയ്തതാണ് ടിക്കറ്റ്. അത് കാരണം ടിക്കറ്റൊക്കെ കൺഫേം ആയി. അപ്പോൾ ഇന്നത്തെ യാത്ര ഞങ്ങളുടെ ടോയ് ട്രെയിനിൻ്റെ യാത്രയും അവിടുത്തെ വിശേഷങ്ങളുമാണ് ഇന്നത്തെ വ്ളോഗിൽ ഞങ്ങൾ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ തുടങ്ങിയാലോ പാറു? ആദ്യോടെ തുടങ്ങിയാലോ? ഓക്കെ, കമ്മോൺ. നമ്മളിവിടെ വന്നു കഴിഞ്ഞാലേ ആദ്യത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു പഴയ എൻജിനാണ്. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് ഇപ്പോഴും അവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കളറും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിപൊളിയാണ് കാണാൻ. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ടീംസാണ്. ഇവർ ഫോട്ടോസും റീൽസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ മുഴുക്കെ ഫാമിലി ആയിട്ടാണ് വന്നത്. അപ്പോൾ ഇവരും ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ബുക്ക് ചെയ്തത് 12:15 ട്രെയിനാണ് ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങൾക്ക് ഇനിയും ഒരു 30 മിനിറ്റ്സ് ഉണ്ട് ട്രെയിൻ വരാൻ. അപ്പോൾ അതിന് മുമ്പേ ഞങ്ങൾ കുറച്ച് സ്ഥലങ്ങളും കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഗ്രൂപ്പ്. ഓക്കെ, ഇതാണ്. അപ്പോൾ നമുക്ക് ടോയ് ട്രെയിനിൽ പോവല്ലേ? നൈസ് ടു മീറ്റ് യു. അങ്ങനെ ഞങ്ങളുടെ ട്രെയിൻ വന്നു കേട്ടോ. 12:15 ട്രെയിനാണ്. അപ്പോൾ ഒരു 12:05 ആകുമ്പോഴേക്ക് ഞങ്ങൾ ട്രെയിൻ വന്നു. ഇത് പോയ ആൾക്കാരാണ്, ഇറങ്ങിയതാണ്. അതിൻ്റെ തിരക്കാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിപൊളി തിരക്കാണ്. കണ്ട നല്ല തിരക്കാണ് കേട്ടോ. നമ്മളെപ്പോഴും നാട്ടിൽ പോകുമ്പോഴും അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുമ്പോഴും ഒരു നമ്മളുടെ IRTCയുടെ ട്രെയിൻ കാണാറില്ലേ, അതിനെക്കാട്ടിയും കുറച്ച് ഡിഫറെൻ്റ് ആണ് ഈ ട്രെയിന്. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. 4 പുറം ഗ്ലാസും കാര്യങ്ങളൊക്കെയാണ് ഈ ട്രെയിനിൽ. ഞങ്ങളുടെ D1 ആണ്. കണ്ട, ഇപ്പോൾ അവിടുന്ന് വന്ന ആൾക്കാരൊക്കെ ട്രെയിനിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പോകുന്നത് D1 സെക്കൻഡ് ക്ലാസ്സിലാണ്, റിസർവ്ഡ്. അപ്പോൾ നമുക്ക് പോകണ്ടേ? ഓക്കെ, ഇതേ പോണത് മേട്ടുപ്പാളയം, കുണ്ണൂർ, ഉദകമണ്ഡലം, കൂണൂർ, മേട്ടുപ്പാളയമാണ് ലാസ്റ്റ് സ്റ്റോപ്പ്. ഞങ്ങൾ പോണത് ഉദകമണ്ഡലം ടു കൂണൂറാണ്. ഇവിടെ ജനറൽ ഡബ്ബയുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ ജനറൽ ഡബ്ബ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ വന്നിട്ട് ലൈനിൽ നിന്നിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. പക്ഷേ അതിനെക്കാട്ടി കംഫർട്ടബിൾ നമ്മൾ ഈ 2 മാസം മുമ്പേ ട്രെയിൻ ബുക്ക് ചെയ്ത് വരണം നല്ലത്. കാരണം ജനറൽ ഡബ്ബയിൽ നല്ല തിരക്കാണ്. ഇത് കണ്ട. പിന്നെ ഇത് ഫസ്റ്റ് ക്ലാസ് ആണ് കേട്ടോ. ഫസ്റ്റ് ക്ലാസ് റിസർവ്. ഇതാ ഈ എൻജിനാണ് ഞങ്ങൾ ഇന്ന് വലിച്ചു കൊണ്ടുപോകാൻ പോണത്. 6681 YDM4. അപ്പോൾ ഇന്നത്തെ യാത്ര അടിച്ചു പൊളിക്കാം. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ ഇരുന്ന് സീറ്റൊക്കെ സെറ്റായി അല്ലേ? അതെ, ഇനി നമ്മൾ യാത്ര തുടങ്ങി. ട്രെയിൻ സ്റ്റേഷൻ വിട്ടു കേട്ടോ. ഹലോ, എല്ലാവർക്കും നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ പോകുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു ട്രെയിൻ യാത്രയിലേക്കാണ്. ഇത് വെറുമൊരു യാത്രയല്ല, യുനെസ്കോയുടെ പട്ടികയിൽ ഇടം പിടിച്ച നീൽഗിരി മൗണ്ടൻ റെയിൽവേ അഥവാ നമ്മുടെ സ്വന്തം ഊട്ടി ടോയ് ട്രെയിൻ. 100-ലധികം വർഷത്തെ ചരിത്രവും മനോഹരമായ കാഴ്ചകളും നിറഞ്ഞ ഈ യാത്ര നമുക്ക് ഒന്നിച്ച് ആസ്വദിക്കാം. ഈ ട്രെയിനിൽ യാത്ര ചെയ്യാൻ മാസങ്ങൾക്ക് മുമ്പേ ടിക്കറ്റ് ബുക്ക് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ പഴയ രീതിയിലുള്ള കവാടങ്ങളും പ്ലാറ്റ്ഫോമും കാണുമ്പോൾ തന്നെ നമ്മൾ പഴയ കാലത്തേക്ക് പോയ ഒരു ഫീലാണ്. ഇനി ഇതിൻ്റെ കുറച്ച് ചരിത്രം പറയാം. ബ്രിട്ടീഷുകാരുടെ കാലത്ത്, അതായത് 1891 ഇതിൻ്റെ നിർമ്മാണം തുടങ്ങിയത്. ഏകദേശം 17 വർഷമെടുത്തു ഇത് പൂർത്തിയാക്കാൻ. 1908 ഊട്ടിയിലേക്ക് ട്രെയിൻ ഓടിത്തുടങ്ങിയത്.
ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത റാക്ക് ആൻഡ് പിനിയൻ സിസ്റ്റമാണ്. ഇന്ത്യയിൽ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ഏക റെയിൽവേ ഇതാണ്. ഈ യാത്രയിൽ സ്പീഡ് കുറവാണ്. പരാതി പറയല്ലാട്ടോ, കാരണം ആ വേഗത കുറവാണ് ഇതിൻ്റെ സൗന്ദര്യം. ക്ഷമയോടെ കാഴ്ചകൾ കണ്ട് ശുദ്ധവായു ശ്വസിച്ചു പോകണം. ആ നാല് പേരിട്ടാ. ഇപ്പൊ ഞങ്ങള് അരവൻകാട് റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പൊ അവിടെ ഒരു പ്രത്യേകതര സമോസ വന്നിട്ടുണ്ട്. അപ്പൊ അതൊന്ന് കഴിച്ചോക്കട്ടെ. എങ്ങനെയുണ്ട്? ഫ്രഷ് ആണല്ലേ? നല്ല ചൂട് ഇവിടെ ഉണ്ടോ? നല്ല ചൂടുണ്ട് അല്ലേ? നല്ല ചൂടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ തന്നെ. എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? അടിപൊളി യാത്ര സുഖകരമായിരുന്നോ? പാറു, എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? കൂണൂരത്ത് എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? ചേച്ചിമാരെ അടിപൊളിയായിരുന്നോ? അതിശേട്ടാ സൂപ്പർ അല്ലേ? മോളിട്ട് കടന്നുറങ്ങണ ഞാൻ കണ്ട് ഹലോ. അങ്ങനെ ഞങ്ങൾ ഉദകമണ്ഡലത്തിൽ നിന്ന് കൂനൂരിലേക്ക് വന്നു. നല്ലൊരു യാത്രയായിരുന്നു അല്ലേ? നല്ല ചിൽഡ് യാത്രയായിരുന്നു. നല്ല അല്ലേ? എൻജോയ് ചെയ്ത് വന്നു. പിന്നെ ഞങ്ങൾ കുറേ കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ കണ്ടു അല്ലേ? അല്ലേ? പിന്നെ കാട്ടുപോത്തിനെ കണ്ടു, 1-2 കാട്ടുപോത്തിനെ കണ്ടു. പിന്നെ നമ്മൾ ഊട്ടിയിലേക്കൊക്കെ വരുമ്പോൾ ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക അല്ലേ? പിന്നെ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടിക്കറ്റിന് അറൗണ്ട് 190 ആണ്. 190 to 200 റേഞ്ചിലാണ് ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ്. അതും നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ടിക്കറ്റ് ഒന്നും കിട്ടൂല. ജനറൽ ടിക്കറ്റ് കിട്ടും, പക്ഷെ ഭയങ്കര തിരക്കാണ്. ഞങ്ങൾ 2 മാസം മുമ്പ് ബുക്ക് ചെയ്ത കാരണമാണ് കൺഫേം ടിക്കറ്റ് കിട്ടിയത്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഈ എൻജോയ്മെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ കൺഫേം ടിക്കറ്റ് എടുത്ത് പോവുക അല്ലേ? അപ്പോൾ കുറച്ചുകൂടി കംഫർട്ടബിൾ കിട്ടും നമുക്ക്. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ ചാനൽ സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ കാണും വരെ. ടിൽ ദെൻ ബൈ. ധാരാ ബായ് പറഞ്ഞേ. ബൈ. ഞങ്ങൾ ബായ് വന്നു.